അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മട്ടൺ ചാർക്കോള്. ഇപ്പോൾ 3 കുഞ്ഞ് ആട്ടുകുട്ടികൾ നമ്മൾ കൊണ്ടുവന്നിട്ടാ അത് 3 തരം മസാല ഇട്ടിട്ട് നല്ല അടിപൊളി മട്ടൺ ചാർക്കോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഈ 3 മസാലയും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ആ മട്ടൺ ചാർക്കോൾ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ആർക്കും കൊടുക്കില്ല. നല്ല ഈച്ച ശല്യം കിട്ടാം. അപ്പത്തെ നല്ല ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം കളിക്കാൻ പോയി. അതിന്റെ ശബ്ദമാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. നല്ല കുഞ്ഞനാടാട്ടാ. മതില്ലേ? ആദ്യം നമുക്ക് ഒരു മസാല കലക്കാം. ആദ്യം നമുക്ക് ഉലുവ ഒഴിക്കാം. കുറച്ച് നാരങ്ങ നീര്, ഒരല്പം വെളുത്തുള്ളി അരച്ചത്, കുറച്ച് പിങ്ക് സോൾട്ട്, ഇച്ചിരി ഉപ്പ് കൂട്ടിയിടണം കാരണം ആട്ടിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കണം. കുറച്ച് പാഴ്സല്, കുറച്ച് സുമാക്ക്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് പാപ്രിക്ക പൗഡർ, കുറച്ച് കുരുമുളക് പൗഡർ മതി. നല്ലോണം മിക്സ് ചെയ്യാം. എന്താണ് മസാല? അങ്ങനെ ഫസ്റ്റ് മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ രണ്ടാമത്തെ മസാല നമ്മൾ കലക്കാൻ വേണ്ടി പോകണ്ട. ആദ്യം നമുക്ക് കുറച്ച് മല്ലിയില നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തണ്ട. ഇനി കുറച്ച് പുതിനയില അരച്ചത്. എന്താ വേണം? എരിവിൻ്റെ രാജാവ് പച്ചമുളക് അരച്ചത് ഇരിക്കട്ടെ, നല്ലോണം എരിവ് ഇരിക്കട്ടെ, രതീഷിന് കൊടുക്കാനുള്ള. ഇനി കുറച്ച് ഇഞ്ചി അരച്ചത്, കുറച്ച് വെളുത്തുള്ളി അരച്ചത്, പിന്നെ നാരങ്ങ, കുറച്ച് നാരങ്ങ പിഴിയാം. ഇനി ഉപ്പ്. ഇത് നമ്മൾ നാടൻ ഉപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യൻ മസാലയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി, ഇനി ഒരല്പം കട്ട തൈര്. കട്ട തൈരാട്ടത്. ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 2 മസാല റെഡി ആയിട്ട് ഇത് നമുക്ക് അടുത്ത മസാല ഡയറക്റ്റ് ആടിലേക്ക് ഇടേണ്ടതാണ്. ഇത് പച്ച കളർ ചുവപ്പ് കളർ റെഡി. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ മസാല തേക്കാം. എന്നാ നല്ല ഒലുപോലെ മസാല, നല്ല മസാല ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് പിടിക്കുള്ളൂ ശരി. ആട്ടിൽ ഹെർബ് മസാലയാണ്, ഹെർബ് മസാല മറിച്ച് നല്ല മസാല. ഇനി നമ്മുടെ രണ്ടാമത്തെ മസാല റെഡിയാ കേട്ടോ. ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ നല്ലോണം അങ്ങനെ മസാല ചെയ്തു. കൈവേന കാലുവേനൊക്കെ ഉണ്ട് മാറ്റുന്നത്. നാരങ്ങ നീര് പിടിച്ച് നല്ല മസാജ്. ഇതിൽ നമ്മുടെ സാധാരണ ഉപ്പല്ല നമ്മൾ കേട്ടോ. നല്ലോണം തേച്ച് പിടിപ്പിച്ചോ. ഉപ്പ് എപ്പോഴും ഒരു അല്പം കയറി നിൽക്കണം വീട്ടിൽ. ഇനി മസാജ് ചെയ്യണ്ട. കുരുമുളക് കൂടി ലൈറ്റാ. വീണ്ടും ഒലിവ്, വീണ്ടും നാരങ്ങ നീര്. നല്ല ഇറച്ചിയിലൊക്കെ ഇങ്ങനെ നാരങ്ങ നീര് ഇറങ്ങട്ടെ. 4 എണ്ണം അടിച്ചിട്ടുണ്ട് അവിടെ. ഒരല്പം ഉപ്പ്, അപ്പുറം നമ്മൾ ഉപ്പ് നല്ലോണം ഇട്ടിട്ട് മതി. കുരുമുളക്, ഇനി കുറച്ച് നമ്മുടെ പച്ച മസാല. നല്ലോണം നിൽക്കട്ടെ മസാല, അപ്പോളേ ഉപ്പ് ഇറങ്ങും. അവിടെ ഇരിക്കട്ടെ അല്ലേ. மற்றும் 5வது போட்டியை கலகாலம் இருக்கும் அணி. ஓகே அല്ലേ. அருமையாக 68 கம்ப்ளீட். കളി കാണാൻ പോണം കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ എന്താ ചൂടില്ലേ? ചൂടെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കറക്കം എടുത്തോ. சிறப்பாக விளையாடிய திலீப்
ബാറ്റ്സ്മാൻ 7 மற்றும் அதே சன் வீசால விக்கெட் 2 விக்கெட் உள்ளது செக்டர் அணியினர் ബൗണ്ടറി ലൈനിൽ പിടിപ്പെട്ട പന്ത് 5 ഓവർ മുടിവരുന്ന നിലയിൽ അണിയിൽ എണ്ണിക്ക് 32 5 மிகவும் அருமையாக வீசப்பட்ட பந்து മതി ഏകദേശം ആയില്ലേ മതി മതി എടുക്ക എടുക്ക സംഭവം ഒരു ഒന്നൊന്നര സംഭവമായി ചൂടുണ്ടത് പൊത്തോ അടിപൊളി. അപ്പൊ നമ്മള് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് നാരങ്ങ പിഴി അല്ലേ കാക്കു? അല്ലാതെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതെ, സ്മെല്ല് ആടിന്റെ മണമാണ്. ഭയങ്കര ഈച്ച ശല്യം കേട്ടാ. നമ്മളിപ്പോൾ ഉള്ള എവിടെയോ മസിനുകൂടി അല്ലേ? മസിനുകൂടി വഴി ഊട്ടി ഭയങ്കര ട്രെൻഡിങ് ഡയലോഗാണ്. അപ്പൊ മസിനുകൂടി വന്നിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഇത് കാക്കും അൽഫാൽ സഫാരി കാസിന്റെ അറിയാത്ത ആളുകൾ കൊണ്ട് പറയണ്ട. ഇതൊക്കെ പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ആ രണ്ടാളിനെ നമുക്കറിയില്ല, വിവരം അറിയില്ല കേട്ടാ. ഇതൊക്കെ ഇവിടെയുള്ള ആളുകളാണ്. നമ്മുടെ മറ്റേ ഫവാസിന്റെ അനിയന്റെ സ്ഥാപനമുണ്ട് ഇവിടെ ഹോട്ടലൊക്കെ അല്ലേ? അപ്പൊ അവിടെയൊക്കെ ഭക്ഷണം കഴിച്ച് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം. അടിപൊളി വൈബ് വേണ്ട. നിങ്ങൾക്ക് താല്പര്യം മസിനുകൂടി വന്നോളൂ. മസിനുകൂടി വഴി ഊട്ടി അതൊന്നും കാണേണ്ട സംഭവം. അതെ അതെ അതെ. പക്ഷെ ഈ ആട് ചെറുതാണെങ്കിലും ഭയങ്കര വേവാണ് കേട്ടോ. കാരണം എന്താ അറിയോ, ഇതിങ്ങനെ കാട്ടിൽ കൂടെ ഓടി ഓടി നടക്കുന്ന ആടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഭയങ്കര വേവ്, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര റീച്ച്. നമുക്ക് കഴിച്ചു തുടങ്ങാലോ അല്ലേ? ആദ്യം നമുക്ക് പച്ചയിൽ തുടങ്ങാം അല്ലേ? ആഹാ കേട്ടാ, ഇത് പച്ചറച്ചല്ലേ, സോറി പച്ച മസാല കേട്ടോ. കഴിച്ചോ ജസ്റ്റ് എല്ലായിടത്തും. ഇവിടെയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല രുചിയുണ്ട്. അതോടെയൊക്കെ എന്താ ഇതെല്ലാം രുചിച്ച് കഴിക്കും. ഇതൊക്കെ നമ്മൾ ചട്നിയൊക്കെ ഇട്ടാ പച്ച മസാല കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ഇവിടെയൊക്കെ നല്ല ഈ വാരിയലിന്റെ ഭാഗത്തുള്ള ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇതാ കഴിക്കൂ ഇച്ചിരി ഇതാ ഇവിടെ കിട്ടാ. ഞാൻ റെഡി ആയിട്ടാ എല്ലാവർക്കും പീസാക്കിട്ടേ. ചൂടുണ്ട്, അടിപൊളി. അതെ, കുറച്ച് ചില ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ കാലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇച്ചിരി ഹാർഡായി. കാരണം എന്താ പറയാം, അവിടെ തുടക്കൊക്കെ ഇറച്ചിക്ക് ഭയങ്കര ടൈറ്റല്ലേ. കത്തിണ്ട് നമ്മുടെ അടുത്ത് ഇതിങ്ങനെ വെക്കുക. പച്ച എങ്ങനെയുണ്ട് സാധനം? ആ പച്ചയുടെ മസാല കേട്ടോ, ഓരോന്നും ഓരോ ടേസ്റ്റാണ് മസാല. ഓരോ ടേസ്റ്റ് നോക്കാം. അതെ, സത്യം ഉള്ളതുള്ള പോലെ പറയാം കേട്ടാ. എല്ലാവർക്കും ഉണ്ട് ഇവിടെ ആട്. ശരിക്കും പറഞ്ഞത് ആളൊരുപാടുണ്ട്. ഇത് കുറച്ച് ആളുകൾ പുറകിലുണ്ട്, വീഡിയോ വരാൻ പഠിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്കൊക്കെ അവരിങ്ങനെ നോക്കിയിരുന്ന് അപ്പുറത്ത് മാറി നിൽക്കണം. കാരണം കൊതി പെടരുത്. അതെ, സംഭവം ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. ഇത് ഞാനൊന്ന് ലേസം ഇത് ആകെ തൊലിയാണല്ലോ, തൊലി മാത്രമേ ഉള്ളൂ. നല്ല മീറ്റ് മസാല അല്ല എല്ലാം ഇതാ സാധനമൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ട് ഏകദേശം ഗ്രില്ലിനുള്ള വേവിട്ടാ. അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല സൂപ്പറാണ്. ആരോ ഗ്രില്ല് സംശയം പറഞ്ഞു വേവൂലേ? അല്ല, ഇത് ആട് പോലെ കേട്ടോ. ഗ്രില്ല് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ മൂത്ത സാധനത്തിൽ കൊണ്ട് വെച്ചാൽ നിങ്ങൾ 3 ദിവസം കറക്കാനും വരും. നമുക്ക് ഇനി സ്പെഷ്യൽ ആയിട്ട് ഇന്ന് കൊണ്ടുവന്നതുകൊണ്ട് അന്നത്തെ ക്രെഡിറ്റ് മുഴുവൻ ഇന്ന് കൊണ്ടുപോയി. അതെ, ഷെന്നി വരുന്നില്ലല്ലേ? അതെ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. പച്ച മസാല അല്ലേ? നമുക്ക് ഓരോ ടേസ്റ്റ് നോക്കാം. പിടിച്ചാലോ നമുക്ക്? ഇത്
ഇതൊരു സ്പെഷ്യൽ മസാല ഉണ്ട്. അതെന്ത് സംഭവം ഹെർബ് മസാലയാണ്. എല്ലാവരും ഇത് കഴിക്കുമ്പില്ലേ ഇത് ഇവിടെ നിർത്താ ഇതാ ഇത് ടേസ്റ്റ് ഉണ്ടാവും. ഈ ഭാഗം എപ്പോഴും ആട്ടിൻ്റെ ഇറച്ചി ആട് പോത്തൊക്കെ ആ ചൂടാണ് പാവോ. ആ ഇതാ കഴിക്കും. ആ ഇത് പൊളി മസാല കേട്ടാ അല്ലേ. ഹെർബ് പറഞ്ഞാൽ കുറച്ച് സാധനം ഹെർബ് എന്ന് നമ്മൾ പേര് വെച്ചാണ് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഇട്ടു എന്ന് മാത്രം കേട്ടാ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു രുചി വേറെ തന്നെ നിൽക്കുന്നുണ്ട്. അത് എന്നാ ആ അടിപൊളി കേട്ടാ. അത് ടേസ്റ്റ് ഉണ്ട് ശരിക്കും. പിന്നെ അടുത്തത് ഒരു മസാല ഇല്ലാത്ത സാധനം കേട്ടാ. ഇതിൽ ഒരു മസാല നമ്മൾ ഉപയോഗിച്ചില്ല. പക്ഷേ ഈ ആടില്ലേ ഇത് രസം നല്ല വിലയുള്ള സാധനം കേട്ടാ. ഇത് വേകാൻ ഒരുപാട് സമയം എടുത്ത് ഇത് വേകാൻ വേണ്ടി നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തു. കാരണം ഇത് ഇത്തിരി മൂത്തതായി പോയി. ഒരു മസാല ഇടാത്തത് അതിൻ്റെയും സാധനങ്ങൾ ഇത് അവിടെയൊക്കെ ഉണ്ടാവും. ഭയങ്കര ടെമ്പറുമായി ഇതാണ് വെന്തു സാധനമൊക്കെ നമ്മൾ വേവിച്ചെടുത്തു നമ്മൾ. പക്ഷെ എന്നാലും ഇതാ കഴിച്ചോളൂ. ഇതാ ഇവിടേക്ക് മുരുമുരുന്നായിപ്പോയി. ഈ ചട്നി കണ്ടിട്ട് അടിപൊളി. ഇതാണ് ഭയങ്കര രസം. ഇത് നമ്മൾ മുന്നേ വീഡിയോയിൽ ഉണ്ടാക്കി കാണിച്ചുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അതാണ് ശരിക്കും ഇറച്ചിൻ്റെ ടേസ്റ്റ് അല്ലേ. പീസല്ല അങ്ങനെ ആടെ എടുത്തു നിനക്കുള്ളതാണ്. എന്നാ ഒരു പീസ് സൈഡ് അങ്ങനെ അതാ ഇതിൻ്റെ സന്തോഷമാണ് നമ്മുടെ എല്ലാവരും സന്തോഷം. ഇത് നമ്മുടെ ഇത്തിരി മൂത്താണ് അത്. ഇച്ചിരി ടെമ്പറുണ്ട്. അത് ഞങ്ങൾ അത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇത് കുറേ നേരം കറക്കും. ഇതൊരു 3 മണിക്കൂറോളം മാക്സിമം ഒരു 3 മണിക്കൂർ മേലെ കറക്കുകയാണ്. അപ്പോൾ മസിനും കൂടി വേണ്ടി ഊട്ടി വല്ലാത്തൊരു കാഴ്ച. ആടൊക്കെ ഞങ്ങൾ കേട്ടോ സാധനം ഇത് അത്രയ്ക്കേ ഉള്ളൂ. ആകെ 18 കിലോ ഒന്ന് ആടുമ്പോൾ ഇവിടെ ഏകദേശം 20-25 ആളുണ്ട്. കുറേ ആൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്തായാലും സംഗതി എങ്ങനെയുണ്ട് നിങ്ങളെ പറയേണ്ടത്. ഇത് എപ്പോഴും ഞാൻ പറയണ്ടേ ഇതിനാരും സംസാരിക്കില്ല കേട്ടാ. എല്ലാവരും 100 കൊടുക്കാൻ പോകും. സൈഡിലൂടെ 100 കൊടുത്തിട്ട് സംസാരിക്കണം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ. താങ്ക് യു. അപ്പോൾ ഇത് പതുക്കെ ഞങ്ങൾ നാളെ പോകുള്ളൂ. ഇന്ന് ഫുള്ള് സ്റ്റേ ആണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ പറ്റി വീണ്ടും കാണാം. ബൈ. കഴിച്ചോ നിങ്ങൾ ചമ്മൊന്നും നമ്മൾ കഴിച്ചോ.